രഹസ്യ ചിലർക്കറിയാം. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ലോകഭീകരതയുടെ നിറം അത് ചിലരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. സൂക്ഷിക്കണം. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, ആരാണ് എതിർ ക്രിസ്തു? പുത്രനെ നിഷേധിക്കുന്നവൻ അത്ര എതിർ ക്രിസ്തു. കുഞ്ഞെ കലാലയത്തിൽ ചെല്ലുമ്പോൾ നിന്നോട് ആദ്യം ചോദിക്കും, ദൈവത്തിന് പുത്രൻ ഉണ്ടാകോ? ദൈവം കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഈ ചോദ്യമാ. മറുപടി പറയണം, ദൈവത്തിന് പുത്രൻ ഉണ്ടാകുന്ന മോശപ്പെട്ട കാര്യമല്ല. ദൈവത്തിന് പുത്രനോ പുത്രിയോ ഉണ്ടാകട്ടെ, പക്ഷെ അത് മാനുഷിക ബന്ധം പോലെയല്ല. ദൈവത്തിന് പുത്രൻ ഉണ്ടാകാൻ അവൻ കൽപ്പിച്ചാൽ മതി, പുത്രൻ ഉണ്ടാകും. പുത്രനുണ്ടാകുന്ന മോശപ്പെട്ട കാര്യമല്ലെന്ന് തെളിവാ. നമുക്കുണ്ടായ പുത്രനെ കുറിച്ച് നോക്കാം. അവനൊപ്പം പറയാൻ ഒരാളുമില്ലെന്ന് പറയത്തക്ക വിധത്തിൽ നിസ്തുല്യനായവനെ ഉലകത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ചിട്ടാ ഇങ്ങനൊരു പുത്രനെ കുറിച്ച് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് യോഹന്നാന്റെ 2-ാം ലേഖനത്തിൽ പറയാ, പുത്രനെ നിഷേധിക്കുന്നവന് പിതാവില്ല, പുത്രനെയും പിതാവിനെയും നിഷേധിക്കുന്നവൻ എതിർ ക്രിസ്തുവാകുന്നു. ഈ എതിർ ക്രിസ്തുവിന്റെ ആ രൂപരേഖ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വന്നിരിക്കുന്നു. കുഞ്ഞുങ്ങൾ സൂക്ഷിക്കണം, വചനം പഠിക്കണം. വേദാധ്യാപകർ കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കണം. ത്രിയേക ദൈവത്വത്തെക്കുറിച്ച് സംശയം ചോദിച്ചരികിൽ വരും. ചില ചോദ്യത്തിനൊന്നും നിങ്ങൾക്ക് ഉത്തരവില്ലെങ്കിൽ പറയണം, ഞാൻ ബൈബിൾ പണ്ഡിതയല്ല, ഞാനിതൊന്നും ആഴത്തിൽ പഠിച്ചിട്ടുള്ള ഒരാളല്ല. പക്ഷെ ഒന്നെനിക്കറിയാം, ആ കുരുടൻ പറഞ്ഞതുപോലെ അവൻ എങ്ങനെ ഉള്ളവനെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ അവൻ എന്നെ തൊട്ടു, അവൻ എന്നെ സുഖപ്പെടുത്തി, അവൻ എന്നെ അനുഗ്രഹിച്ചു. ആത്മനിറവുള്ള ഓരോ കുഞ്ഞുങ്ങളും ഇത്തരം സ്ഥലങ്ങളിൽ ചെന്നിട്ട് പറയണം, എനിക്ക് തൃത്വമോ യേശുവിന്റെ ദൈവത്വമോ ബൈബിളിലെ പാണ്ഡിത്യമോ ഒന്നും പറഞ്ഞറിയിക്കാൻ അറിയില്ല, പക്ഷെ ഞാനെന്നറിയുന്നു യഹോവ നല്ലവൻ എന്ന് ഞാൻ രുചിച്ചറിഞ്ഞവന്റെ തലമുറയാ. ഈ ദൈവത്തെ വിട്ട്, ഈ മാർഗം വിട്ട് നീ എന്ത് വാഗ്ദത്തം ചെയ്താലും ആ വഴി വരാൻ കഴിയാത്ത വിധത്തിൽ സ്നേഹത്തിന്റെ ചങ്ങലക്കെട്ടിൽ എന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. അത് വിട്ടുവരാൻ എനിക്ക് സാധിക്കില്ല. അത് ഉറപ്പോടെ പറയണം. സ്റ്റെതസ്കോപ്പും തോളിൽ തൂക്കി നൂറുകണക്കിന് ആളുകളെ, ആയിരക്കണക്കിന് ആളുകളെ പരിചരിക്കേണ്ട പല കുഞ്ഞുങ്ങളും വിശ്വാസം വിട്ട് പ്രത്യേക വേഷവിധാനങ്ങൾ ധരിച്ച് അഫ്ഗാന്റെ മണ്ണിലൂടെ അലയുന്നുണ്ട് മലയാളികൾ. അനേക ജയിലറുകൾ കിടപ്പുണ്ട് തിരിച്ചു വരാനാവാതെ. സ്നേഹം നടിച്ച് ഇത് കേവലം ഒരു പ്രണയത്തിന്റെ വിഷയമാണെന്ന് ലഘൂകരിച്ചു കാട്ടി നിങ്ങളെ അപകരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഒരു നിത്യതയെക്കുറിച്ചുള്ള വിചാരം വരട്ടെ. അതിപ്രഭാതത്തിൽ ഉണരുമ്പോൾ വാഴ്ത്തുക നീ മനമേ പാടി നിന്നെ ഉണർത്തിയ അപ്പനെയും അമ്മയെയും ഓർമ്മ വരട്ടെ. അതിപ്രഭാതത്തിൽ മനമേ പക്ഷിഗണങ്ങൾ ഉണർന്നിതാ പാടുന്നു പാട്ടുകളെന്ന് പാടി നിന്നെ പഠിപ്പിച്ചു ബോധിപ്പിച്ച പട്ടണി പാവം നിന്റെ അപ്പനെ ഒരു നിമിഷം ഓർക്കണം, അമ്മയെ ഒരു നിമിഷം ഓർക്കണം. ഉലകത്തിൽ കിട്ടിയ അപ്പന്റെ അമ്മയുടെ ഏറ്റവും വലിയ സമ്പാദ്യം അവർ തന്ന അവരുടെ വിയർപ്പ് വീണ ഈ പുസ്തകമാണെന്ന് വിശ്വസിക്കുന്ന തലമുറയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അത് വിട്ടിടത്തോട്ടോ വലത്തോട്ടോ മാറാൻ, അതിന് പകരം വെക്കാൻ ഒന്നും ഞാൻ ജീവിതത്തിൽ പ്രാപിച്ചിട്ടില്ല. മരണത്തിന്റെ മുമ്പിലും അടിപതറാതെ യേശുവിനോട് നിൽക്കാനാ എനിക്ക് മനസ്സെന്ന് ഉറപ്പുള്ള കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി ആത്മസമർപ്പണം ചെയ്യട്ടെ. യേശുവിന് വേണ്ടി അവർ നിൽക്കാൻ തയ്യാറെടുക്കട്ടെ. അതിനു വേണ്ടിയായി കൺവെൻഷൻ. ഹല്ലേലൂയ.